ഇറങ്ങിയപ്പോ തൊട്ട് തടസ്സങ്ങളാണല്ലോ. ആദ്യം ഇതേ ട്രെയിനിന്റെ രൂപത്തിൽ, രണ്ടാമത് ഇതേ റോഡ് പണിയുടെ രൂപത്തിൽ, അങ്ങനെ ഏതൊക്കെയോ ഷോർട്ട് കട്ട് പിടിച്ച് അവസാനം ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇനി എന്ത് വേണം, നമുക്ക് ഉള്ളിലോട്ട് കയറണോ? ചുറ്റി വളഞ്ഞ് വരാനൊന്നും ആവൂല. അതുകൊണ്ട് കണ്ട സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങോട്ട് കയറി. അതൊക്കെ പോട്ടെ, എവിടേക്കാ പോയതെന്ന് മനസ്സിലായോ ഗൈസ്? ഹസ്ബൻഡ് കാ ഹോം, അവിടെ തന്നെയുള്ള ബീച്ചിലേക്ക്, മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അവിടെ റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇനാഗുറേഷൻ ഒക്കെ കഴിഞ്ഞ മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, കഴിഞ്ഞ മാസമല്ല, ഈ മാസം തന്നെ May 4th ഇനാഗുറേഷന്റെ അന്നൊട്ട് വിചാരിക്കുന്നതായിരുന്നു ഇവിടെ വരണം എന്ന്. പക്ഷെ ഇത്ര ദിവസമായിട്ടും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇന്ന് എന്തായാലും പോകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇറങ്ങിയത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ, വരുന്ന വഴിക്ക് മൊത്തം തടസ്സങ്ങളാണെന്ന്. അതായത് മുഴപ്പിലങ്ങാട് കുളം വഴി വരുന്നവരാണ്, അവിടെ ഇപ്പൊ റോഡ് പണി നടക്കുന്നതുകൊണ്ട് റോഡ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ എടക്കാട് വഴിയോ അല്ലെങ്കിൽ മഠം വഴിയോ വരുന്നതായിരിക്കും ബെറ്റർ. സംഭവം റെനോവേറ്റ് ചെയ്തിട്ട് അടിപൊളി ഉണ്ടെങ്കിലും ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അതായത് എന്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഇവിടെ കാണാൻ എനിക്ക് ഇപ്പൊ ഉള്ളതിനേക്കാളും ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഭംഗി പോയ പോലെ തോന്നി. ഇനി നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാം. ഇങ്ങനെ ഒരു പാത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി. പണ്ട് ഞാൻ എപ്പൊക്കെ ഈ ബീച്ച് കാണാൻ വന്നിട്ടുണ്ടോ അപ്പൊ ഒക്കെ ഉച്ചയ്ക്കായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈവനിങ് ഈ ബീച്ചിലേക്ക് വരുന്നത്. ഇനി എന്തായാലും ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങട്ടെ. പിന്നെ മുഴപ്പിലങ്ങാട് ബീച്ചിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച്. അതുകൊണ്ട് തന്നെ പിറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവും കാറും ബൈക്കും എല്ലാം ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ ഒരറ്റം തൊട്ട് അപ്പുറത്തെ അറ്റം വരെ കാറൊക്കെ ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. ഈ കുതിരയെ എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഞാൻ അതിന് മര്യാദയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോണ്ടല്ലോ, അത്രയും നേരം നേരക്ക് നോക്കുന്ന കുതിര ഉണ്ടല്ലോ, എന്നെ കണ്ടതോടെ ഒരു മുഖം ഒരു സൈഡോട്ട് അങ്ങ് മറച്ചു വെച്ചു. അതൊരു വൃത്തികെട്ട സ്വഭാവമല്ല കാണിച്ചത്, അഹങ്കാരി. പിഞ്ചു മനസ്സ് നൊന്തു. ഒരു ഭാഗത്തുനിന്ന് കുറെ കുട്ടികൾ മണ്ണൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിന്നാണെങ്കിൽ കുറെ കുട്ടികൾ കുളിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഞാൻ ഇവനോട് ഇങ്ങനെ പറയോ, ഇവിടെ ഇങ്ങനെ ഇറങ്ങാനൊക്കെ പറ്റൂലേ, എന്നാ പിന്നെ ഇനി നമുക്ക് ഇവിടെ ഒരു ദിവസം വരണം കുളിക്കാൻ. വലിയ തലയാട്ടലൊന്നും ഇല്ല. അപ്പൊ പിന്നെ വന്നത് തന്നെ. ഇനി ഞാൻ സത്യസന്ധമായ ഒരു കാര്യം പറയട്ടെ, ഞാൻ സത്യത്തിൽ വന്നത് ഈ ബീച്ചൊന്നും കാണാൻ വേണ്ടിയിട്ടല്ല. കുറച്ച് ദിവസമായി ഞാൻ ഇവനോട് പറഞ്ഞു എനിക്ക് സ്പാനിഷ് ഡിലൈറ്റ് കഴിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ ധർമ്മടത്ത് ഇതുപോലുള്ള ഒരു കടയിൽ നല്ലൊരു സ്പാനിഷ് ഡിലൈറ്റ്, അതുകൊണ്ട് അവിടെ പോയി കഴിക്കാന്നായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ അവനാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങോട്ട് വരെ, ഇവിടെ എന്തായാലും ഉണ്ടാവും. ഞാൻ പേ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഐസ്ക്രീം പിടിക്കുമെന്ന് ചോദിച്ചത്, അതിന്റെ മുക്കാല് തിന്ന് തീർത്തിട്ടുണ്ട്. ഇവൻ ആദ്യം ഇവന് വേണ്ടാന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം വാങ്ങാഞ്ഞത്. എന്നിട്ട് കണ്ടില്ല, ഒരു ഉളുപ്പും ഇല്ലാണ്ട് ഒക്കെ തിന്ന് തീർത്തത്. ഇനിയും തിന്നു കഴിഞ്ഞാൽ നല്ല അടി എന്നോട് കിട്ടും എന്ന് അറിയുന്നതുകൊണ്ട് നൈസായിട്ട് എനിക്കിങ്ങ് തിരിച്ചു തന്നു. പക്ഷെ ഒരു വകയ്ക്കും കൊള്ളാത്ത ഐസ്ക്രീം ആയിരുന്നു ഗൈസ്. അതിന്റെ ഉള്ളിൽ ആ സാധനം ഉണ്ടല്ലോ, ആ ഉണ്ട പോലത്തെ ചോക്ലേറ്റിന്റെ സാധനം, അതൊക്കെ ഇങ്ങനെ തണുത്തു പോയിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ 2-3 തുള്ളി മഴവെള്ളം പോലെ എന്തോന്ന് എന്റെ തലയിൽ. അപ്പൊ ഞാൻ ഇവനോട് പറയാം, മഴയങ്ങാ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ കാണുന്ന ആ ഗ്യാപ്പിൽ കയറി നിൽക്കാം. അതിലൂടെയൊക്കെ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, പിന്നെന്തോ ധാരാളം കുനിഞ്ഞു കയറി കുത്തിരിഞ്ഞാൽ മതിയെന്ന്. മഴ വരുന്ന എല്ലാ കോളും കണ്ടതുകൊണ്ട് ഞങ്ങൾ മേലേക്ക് കയറി പോവാണ്. ഞങ്ങളാണെങ്കിൽ അങ്ങ് അപ്പുറം വരെ നടന്നെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര നടന്നിട്ടും ഇങ്ങ് എത്തുന്നുമില്ല. അങ്ങനെ ഒരു വിധം നടന്നിട്ട് മുകളിലെത്തിയിട്ടുണ്ട്. ആകാശത്തേക്ക് നോക്കുക, ഇരുണ്ട് കൂടിയിട്ടുണ്ട്, മേഘമെല്ലാം കൂടി ഇപ്പൊ പെയ്യും എന്നുള്ള രീതി. ഇനി ഞങ്ങൾ നേരത്തെ ഏത് വഴിയാണോ കയറി വന്നത് അവിടെ തന്നെ പോയി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട് വ്യൂ ഒക്കെയാണ്. അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് വഴി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി നേരെ പോകുന്നത് എടക്കാട് വഴി എൻട്രൻസ്, അതായത് എടക്കാട് നിന്ന് ഈ ബീച്ചിലേക്കുള്ള എൻട്രൻസിലേക്കാണ്. ഇതിന്റെ ഇടയിൽ കൂടെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ കാണുന്നില്ല, അതെന്താന്ന് ഞാൻ വഴിയെ പറയാം. അങ്ങനെ ഇതാ എടക്കാട് വഴിയുള്ള മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള ആ ഒരു എൻട്രൻസ് ഈ വഴിയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റിനോവേറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ വന്നപ്പോൾ ആ ടൈമിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിയത്. ആ ടൈമിലും ഇപ്പോഴും എനിക്ക് വന്നപ്പോൾ തോന്നിയത് ഈ ഒരു ഭാഗം, അതായത് എടക്കാട് എന്നുള്ള ഈ ഒരു ഭാഗത്തിനാണ് കൂടുതൽ വ്യൂ കിട്ടുന്നത്, കൂടുതൽ ഭംഗി എന്നാണ്. നിങ്ങൾ ഈ ബീച്ചിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈഡിലെ വ്യൂ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. പിന്നെ ഇവിടുത്തെ പുല്ലൊക്കെ അത്യാവശ്യം നല്ലോണം ഉണങ്ങി പോയിട്ടുണ്ട്. അത് പിന്നെ വെയിലായതുകൊണ്ട് അപ്പുറത്തെ സൈഡ് കണ്ട പോലെ തന്നെ ഒരുപാട് കാർ ഇവിടെയും ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ട്. കുറെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തും പോകുന്നു. ഇതൊരു നോർമൽ വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്രയും ആളുകളുണ്ട്. സാറ്റർഡേ സൺഡേ ഇങ്ങോട്ട് കാല് കുത്താൻ പോലും ആവില്ല, അത്രയ്ക്ക് തിരക്ക്. ഒരു പട്ടി ഇത് ഏതോ ഒരു കവർ വലിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ എന്തോ ഫുഡ് എങ്ങാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് കാണാൻ നല്ല ഭംഗി തോന്നിയിട്ട് ഒരു പൂവെടുത്ത് മണപ്പിച്ച് നോക്കിയതായിരുന്നു. നല്ല സ്മെല്ലായിക്കെന്ന് വിചാരിച്ചിട്ട് പറിച്ചൊന്ന് മണത്ത് നോക്കിയത്. എൻ്റെ അമ്മോ എന്തോ സാധനം മൂക്ക് കയറിപ്പോയി.
അതിന്റെ ഇടയ്ക്ക് ഇതേ കുറെ കുട്ടികളെയും കൊണ്ട് ഒരു ടൂറിസ്റ്റ് ബസ്സും പോകുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറയാന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ച ആ കാര്യം. ഇവിടെ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട് മെയ് 11 തൊട്ട് ജൂൺ 10 വരെ. എൻട്രി ഫീ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കയറി അങ്ങ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഇതിന്റെ ഉള്ളിൽ മൊത്തം ജെയിന്റ് വീലും പിന്നെ കൊളംബസ് അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളും കുട്ടികൾക്കുള്ള കളിക്കാനുള്ള ഏരിയ അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്. പിന്നെ ഒരു സൈഡിൽ ഫുഡ് കോർട്ടും വേറൊരു സൈഡിൽ നമ്മളെ ഫൺ ഗെയിമിംഗ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഉള്ള ഒരു ഏരിയ. പിന്നെ ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടൊക്കെ ഉള്ള ഒരു കട. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ാണ് നമ്മുടെ സ്റ്റേജ് വരുന്നത്. ഇവിടെയാണ് പ്രോഗ്രാംസും കാര്യമൊക്കെ നടക്കുക. പണ്ട് മുതലേ ഇവന്റെ കൂടെ എവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റേജ് കണ്ടിട്ടുണ്ട്. ഇവൻ എന്നെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്ത് ആ സ്റ്റേജുമ്മ കയറ്റും. അതെന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. പോയി കയറിക്കോ എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത പ്രോത്സാഹനമായിരിക്കും. നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. പല ലോങ് വീഡിയോസിലും ഇതുപോലത്തെ പരിപാടി ഞാൻ ചെയ്തു വെക്കാറുണ്ട്. ഇനിയിപ്പം ഞാൻ ഭാവിയിൽ വലിയ യൂട്യൂബർ ഇറങ്ങാനാവുമെന്ന് കരുതിയിട്ട് ഇപ്പോഴേ സ്റ്റേജിന്മേലൊക്കെ കയറ്റി പഠിപ്പിക്കുന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. പണ്ടൊക്കെ ഇവൻ പോയി കയറിക്കോ എന്ന് പറഞ്ഞാൽ എനിക്ക് കയറാൻ ഭയങ്കര മടിയാണ്. ഇപ്പൊ ആളും കോളും ഇല്ലാത്ത സ്റ്റേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചാടി കയറിയിരിക്കും. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഇനി വന്ന വഴി തിരിച്ചു പോട്ടെ. ഇതിലൊക്കെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ കയറാം. ഇന്ന് എന്തായാലും ഞങ്ങൾ ഇതിലൊന്നും കയറുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ആ ബീച്ചിൽ നിന്നുള്ള വ്യൂ നോക്ക് ഗൈസ്, എന്ത് രസമല്ലേ കാണാൻ. ആകാശ നീലയും ഒരു പിങ്ക് കളറും കൂടി ചേർന്നിട്ടുള്ള ഒരു ആകാശം. ശരിക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആകാശം എന്തായാലും അങ്ങനെ കണ്ട സ്ഥിതിക്ക് ഒന്ന് ബീച്ച് സൈഡിലേക്ക് പോയി നോക്കാം. അവിടെ എങ്ങനെയുണ്ട് കാണാൻ. നല്ല രസമുണ്ട് ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോവാൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് ബീച്ചിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല ആ ഒരു കളർ ഷെയ്ഡ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. കുറച്ച് ദിവസമായി ഞാൻ പറയുന്നു ഷവർമ കഴിക്കണം. തൊട്ടപ്പുറത്തുള്ള ലീക്കാവീറിൽ പോയപ്പോൾ അവിടെ തവാ ഷവർമ. അന്ന് അവിടുന്ന് അത് കഴിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലായിരുന്നു അതിന്റെ ടേസ്റ്റ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു ഷോപ്പിലേക്കാണ്. നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് ഒറ്റയടിക്ക് തന്നെ ഞാൻ ഷവർമ കാലിയാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോട്ടെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട. മുഴപ്പിലങ്ങാട് കുളം വഴി വരുമ്പോൾ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ബ്ലോക്കാണ്. സോ നിങ്ങൾ എടക്കാട് വഴിയോ അല്ലെങ്കിൽ മഠം വഴിയോ വരാൻ നോക്കും. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ ഗൈസ്.